അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിലെ ചികിത്സയ്ക്കിടെ ചെരിഞ്ഞു. മുറിവേറ്റ കൊമ്പനെ ഏഴാറ്റുമുഖം ഗണപതി തള്ളിയിട്ടുവെന്ന ഡോക്ടർ അരുൺ സക്രിയയുടെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. അനധികൃതമായി ഇന്ത്യയിലെത്തിയ 3 ബംഗ്ലാദേശികൾ അന്തിക്കാട് പോലീസിന്റെ പിടിയിൽ. രക്ഷപ്പെട്ട 2 പേർക്കായി തിരച്ചിൽ തുടരുന്നു. ബംഗാളികളെന്ന പേരിൽ സംസ്ഥാനത്ത് ഒട്ടേറെ ബംഗ്ലാദേശികൾ. ഗുരുവായൂർ ചുവല്ലൂർപ്പടിയിൽ മരത്തിന്റെ കൊമ്പ് വീണ് 19 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. വൈദ്യുതി ലൈനുകൾ കടിയിൽപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഞായറാഴ്ച രാത്രി വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് KSEB. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ 20 ലക്ഷം രൂപ തട്ടിയ കേസിലെ ഒരാളെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. പാവറട്ടി സ്വദേശി രവിയാണ് അറസ്റ്റിലായത്. ഗുരുവായൂർ ഇരിങ്ങപ്പുറം സ്വദേശിനിയുടെ പരാതിയിലാണ് അറസ്റ്റ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കുത്തക കമ്പനികളോട് മത്സരിച്ചാണ് COA മുന്നോട്ട് പോകുന്നതെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ദുരിതത്തിലായി പൊയ്യ പൂപ്പത്തിയിലെ കുടുംബങ്ങൾ. പൈപ്പിൽ വെള്ളമെത്തുന്നത് കാത്തിരിക്കേണ്ട അവസ്ഥയിൽ പ്രദേശവാസികൾ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിലെ ചികിത്സയ്ക്കിടെ ചെരിഞ്ഞു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:15 40 വയസ്സുള്ള കൊമ്പൻ ആനക്കൂട്ടിൽ കുഴഞ്ഞു വീണത്. അപ്പോൾ തന്നെ മരണം സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആനയെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ വെറ്റിലപ്പാറ എണ്ണപ്പന തോട്ടത്തിൽ വെച്ച് മയക്കുവെടിവെച്ച് പിടികൂടിയത്. കുങ്കിയാനകളുടെ സഹായത്തോടെ കോടനാട് എത്തിക്കുകയായിരുന്നു. ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ. ഹൃദയാഘാതമാണ് മരണത്തിലേക്ക് വഴിയൊരുക്കിയതെന്ന് ആദ്യ അറിയിപ്പിൽ വാഴച്ചാൽ DFO R ലക്ഷ്മി വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും വ്യക്തമായ കാരണം കണ്ടെത്തുക. വ്രണത്തിലെ മുറിവിൽ നിന്നും തുമ്പിക്കൈയിലേക്ക് അണുബാധ എത്തിയെന്നാണ് നിഗമനം. ആനക്കുട്ടിൽ മയക്കം വിട്ടുണർന്നതു മുതൽ മരണത്തിന് തൊട്ടുമുമ്പ് വരെ ആന ഭക്ഷണം കഴിച്ചിരുന്നു. എന്നാൽ കുടിക്കുന്ന വെള്ളം മസ്തകത്തിലെ ദ്വാരത്തിൽ വെച്ച് പകുതിയോളം പുറത്തേക്ക് പോയിരുന്നു. വ്രണത്തിൽ കൃത്യമായി മരുന്നുവയ്ക്കാനും പ്രതിരോധ മരുന്നുകൾ നൽകാനും കഴിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ 2ാം വട്ട മയക്കുവെടിയിലേറ്റ മരവിപ്പ് ധമനികളിലൂടെയുള്ള രക്തസഞ്ചാരത്തിന് തടസ്സം ഉണ്ടാക്കിയെന്നാണ് അനുമാനം. നേരത്തെ വെറ്റിനറി ചീഫ് ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയയും ഇക്കാര്യം പറഞ്ഞിരുന്നു. 2ാം വട്ടം മയക്കുവെടി വെച്ച് പിടിച്ചാൽ ആന രക്ഷപ്പെടുന്നതിന് 30% മാത്രമായിരുന്നു സാധ്യതയെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. TCV ന്യൂസ്, ചാലക്കുടി. മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനെ ഏഴാറ്റുമുഖം ഗണപതി തള്ളിയിട്ടുവെന്ന ഡോക്ടർ അരുൺ സക്രിയയുടെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. കാത്തിരിപ്പ് വിഫലമായി. മസ്തകത്തിൽ മുറിവേറ്റ അതിരപ്പള്ളി കൊമ്പൻ ചരിഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് മുറിവേറ്റ കൊമ്പനെ മയക്കുവെടിവെച്ച് കുങ്കിയാനകളാൽ തളച്ച് കോടനാടെത്തിച്ചത്. ആനയെ മയക്കുവെടിവെക്കുമ്പോൾ കൂടെയുണ്ടായിരുന്ന കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി കാണിച്ച സ്നേഹപ്രകടനങ്ങൾ ആ ദൃശ്യങ്ങൾ കണ്ടവരുടെ കണ്ണുകളെ ഈർന്നണിയിക്കുന്നതായിരുന്നു. മയക്കുവെടിയേറ്റ് തളർന്ന കൊമ്പനെ ഏഴാറ്റുമുഖം ഗണപതി തുമ്പിക്കൈ കൊണ്ട് ചേർത്ത് പിടിക്കുകയായിരുന്നു. ആന വീഴുമെന്നായപ്പോൾ താങ്ങി നിർത്താനും ശ്രമിച്ചു. ഒടുവിൽ കൊമ്പൻ വീണപ്പോൾ അരികെ തന്നെ നിലയുറപ്പിച്ചു. ദൗത്യസംഘം ശബ്ദമുണ്ടാക്കി തുരത്തുമ്പോഴും തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് ഗണപതി ഓടിമാറിയത്. എന്നാൽ മയക്കുവെടിയേറ്റ കൊമ്പനെ ഗണപതി മനഃപൂർവ്വം ഇടിച്ചു വീഴ്ത്തുകയാണുണ്ടായതെന്ന പ്രസ്താവനയാണ് ഡോക്ടർ അരുൺ സക്കറിയ നടത്തിയത്. അതിനെ പുഷ് ചെയ്തപ്പം താഴെ വീണ സമയത്ത് നമുക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം ഒരുപാട് കല്ലൊക്കെ ഉള്ള ഏരിയയാണ്, അതിൻ്റെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പേടിക്കാനുണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടി. ഞങ്ങൾക്ക് ആ കിടന്ന സ്ലീപ്പിൽ തന്നെ ഞങ്ങൾക്ക് ആ കംപ്ലീറ്റ് വൂണ്ട് ഡ്രസ് ചെയ്യാൻ പറ്റി. മുറിവേറ്റ കൊമ്പനെ ഏഴാറ്റുമുഖം ഗണപതി ഇടിച്ചിട്ടുവെന്ന പ്രസ്താവനയാണ് വിവാദമായത്. അനാവശ്യ പ്രസ്താവനയാണെന്നും കാടിന്റെ നന്മ തിരിച്ചറിയാത്ത ചികിത്സകന്റെ പ്രതികരണമെന്നുമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഡോക്ടർ അരുൺ സക്രിയയെ കുറ്റപ്പെടുത്തിയുള്ള പ്രചരണം. TCV, ചാലക്കുടി. അനധികൃതമായി ഇന്ത്യയിലെത്തിയ 3 ബംഗ്ലാദേശികൾ അന്തിക്കാട് പോലീസിന്റെ പിടിയിലായി. രക്ഷപ്പെട്ട 2 പേർക്കായി തിരച്ചിൽ തുടരുന്നു. മുട്ടിച്ചൂരിൽ നിന്നുമാണ് ഇവരെ പോലീസ് പിടികൂടിയത്. അഷ്റഫ് എന്ന വ്യക്തിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച് ജോലി ചെയ്യുകയായിരുന്നു സംഘം. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ പിടികൂടുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്തവരുടെ കയ്യിൽ മതിയായ രേഖകളില്ലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ബംഗാളികളെന്ന പേരിൽ ബംഗ്ലാദേശികൾ കേരളത്തിൽ കഴിയുന്നതായി TCV 1 മാസം മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു.
രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണി ഉയരുന്ന സാഹചര്യത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കണക്ക് അടിയന്തരമായി ശേഖരിക്കണമെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. TCV സംപ്രേഷണം ചെയ്ത വാർത്ത ഒരിക്കൽ കൂടി. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതിയെ പിടികൂടിയപ്പോഴാണ് ഇയാൾ ബംഗ്ലാദേശ് പൗരനാണെന്ന് തിരിച്ചറിഞ്ഞത്. മുഹമ്മദ് ഷെരിഫുൽ ഇസ്ലാം ഷഹസാദ് എന്ന ഇയാൾ വിജയ്ദാസ് എന്ന വ്യാജ പേരിലാണ് കഴിഞ്ഞിരുന്നത്. വ്യാജരേഖകളുമായി എത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശ് സ്വദേശിനിയായ തസ്ലീമ ബീഗം എന്ന യുവതിയെ പോലീസ് കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ നിന്ന് പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. തീവ്രവാദ സംഘടനാ ബന്ധമുള്ള മുഹമ്മദ് ഷാബ് ഷെയ്ഖ് എന്ന ബംഗ്ലാദേശ് പൗരനെ കാസർഗോഡ് നിന്നും അസം പോലീസ് പിടികൂടിയത് കഴിഞ്ഞ മാസമാണ്. കൊടും ക്രിമിനലായ ഇയാൾ 4 വർഷമായി കേരളത്തിലുണ്ടായിരുന്നു. പിടിയിലായവരുടെ കയ്യിൽ ആധാർ കാർഡും പാൻ കാർഡും ഉൾപ്പെടെയുള്ള രേഖകളും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം വ്യാജം. ഏതാനും മാസം മുമ്പ് ഒരു ബംഗ്ലാദേശ് പൗരൻ വ്യാജ പാസ്പോർട്ടുമായി നെടുമ്പാശ്ശേരി വിമാനം വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കവേ പിടിയിലായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒട്ടേറെ വിവരങ്ങൾ വെളിപ്പെട്ടു. ബംഗ്ലാദേശിൽ നിന്ന് കൊൽക്കത്തയിലെത്തുകയും ഇവിടെ നിന്ന് വ്യാജരേഖകൾ സംഘടിപ്പിക്കുകയുമാണ് ഇവരുടെ രീതി. പിന്നീട് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടക്കും. ബംഗാളി എന്ന പേരിലായിരിക്കും ഇവിടെ കഴിയുക. ഇത്തരത്തിൽ നിരവധി ബംഗ്ലാദേശികൾ കേരളത്തിൽ കഴിയുന്നുണ്ടെന്നാണ് സമീപകാല സംഭവങ്ങൾ നൽകുന്ന സൂചന. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിശദമായ കണക്കെടുക്കുകയും ഇവരുടെ രേഖകൾ ആധികാരികമായി പരിശോധിക്കുകയും ചെയ്താൽ വ്യാജരേഖകളിൽ കഴിയുന്നവരെ പിടികൂടാനാകും. അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷയ്ക്ക് വരെ ഇക്കൂട്ടർ ഭീഷണിയായേക്കും. TCV തൃശൂർ. ഗുരുവായൂർ ചുവലൂർപ്പടി KBM റോഡിന്റെ മരത്തിൽ കൊമ്പ് വീണ് 19 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. വൈദ്യുതി ലൈനുകൾക്കടിയിൽപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചുവലൂർപ്പടി സെന്റ് ജോൺസ് സ്കൂളിന് മുൻപിൽ മനയിൽ കൃഷ്ണാനന്ദന്റെ വീട്ടുവളപ്പിലെ മാവിന്റെ കൊമ്പാണ് ഒടിഞ്ഞു വീണത്. സ്കൂളിൽ വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി നിരവധി പേർ എത്തിയിരുന്നു. KSEB ജീവനക്കാർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് മരം മുറിച്ചു നീക്കുവാനുള്ള ശ്രമത്തിനിടെ മാവിന്റെ വലിയൊരു കൊമ്പ് കൂടി ഒടിഞ്ഞു വീണു. ഈ സമയം മരത്തിന് താഴെ നിന്നിരുന്ന ലൈൻമാൻ കലേഷ് ശബ്ദം കേട്ട് ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മരം വൈദ്യുതി ലൈനിലേക്ക് വീണതിനെ തുടർന്ന് 1 കിലോമീറ്ററോളം ദൂരത്തിൽ 19 പോസ്റ്റുകൾ ഒടിയുകയും കമ്പികൾ റോഡിൽ പൊട്ടിവിടുകയും ചെയ്തു. ഈ സമയം ചുവലൂർപ്പടി സെന്ററിലേക്ക് പോയിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ് വൈദ്യുതി പോസ്റ്റ് വീണത്. ഡ്രൈവർ ചുവലൂർ സ്വദേശി രാമനത്ത് ഷാഹു ഓട്ടോറിക്ഷയിൽ നിന്ന് ചാടിയിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കഴുമപ്പാടം, തൈക്കാട് സൌത്ത് എന്നീ 2 ട്രാൻസ്ഫോർമറുകൾക്ക് കീഴിലുള്ള പ്രദേശങ്ങളിൽ ഞായറാഴ്ച രാത്രി വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് KSEB ഉദ്യോഗസ്ഥർ അറിയിച്ചു. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി 20 ലക്ഷം രൂപ തട്ടിയ കേസിൽ ഒരാളെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. പാവറട്ടി തിരുനെല്ലൂർ പനക്കൽ വീട്ടിൽ രവിയെയാണ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ഇരിങ്ങപ്പുറം സ്വദേശി രാഖിയുടെ പരാതിയിലാണ് അറസ്റ്റ്. ഇവരിൽ നിന്ന് 66,000 രൂപയാണ് പ്രതി തട്ടിയെടുത്തത്. ന്യൂസ് ഓഫ് ഇന്ത്യ എന്ന ചുരുക്കപ്പേരിൽ നേച്ചർ എൻവയൺമെന്റ് വൈൽഡ് ലൈഫ് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ മറവിലായിരുന്നു തട്ടിപ്പ്. ഇതിനായി താമരയൂരിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഓഫീസും പ്രവർത്തിച്ചിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് മുതലാണ് പകുതി വിലയ്ക്ക് സ്കൂട്ടർ, ലാപ്ടോപ്പ് എന്നിവ നൽകാമെന്ന് പറഞ്ഞ് പണം സ്വീകരിച്ചു തുടങ്ങിയത്. ഇയാളുടെ അക്കൌണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ പാതിവില തട്ടിപ്പിലെ ഒന്നാം പ്രതി അനന്തകൃഷ്ണന്റെ അക്കൌണ്ടിലേക്ക് മാറ്റിയതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം വരെയും രവി പനക്കലിന്റെ അക്കൌണ്ടിലേക്ക് ലക്ഷങ്ങൾ വന്നിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്ന് പോലീസ് അറിയിച്ചു. ഗുരുവായൂർ ടെമ്പിൾ SI പ്രീത ബാബു, SI K ഗിരി, ASI K സാജൻ, സീനിയർ CPO സുവീഷ് കുമാർ, CPO റൻസീർ എന്നിവരുടെ നേതൃത്വത്തിൽ മമ്മിയൂരിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സമൂഹത്തിലെ സാധാരണക്കാരാണ് കേബിൾ TV മേഖലയെ താങ്ങി നിർത്തുന്നതെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിമിഷ നേരം കൊണ്ട് എത്ര കോടി രൂപ വേണമെങ്കിലും മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കുത്തക കമ്പനികളോടാണ് COA മത്സരിക്കുന്നത്. കേബിൾ TV മേഖലയിൽ കുത്തക കമ്പനികളുടെ കടന്നുകയറ്റം മൂലം പ്രതിസന്ധി നേരിടുന്ന ഇക്കാലത്ത് 360 ഡിഗ്രി കാഴ്ചപ്പാടോടെ മുന്നോട്ടു പോകണം. പരിമിതികളെ മറികടന്ന് ഒന്നിച്ചു മുന്നേറാൻ COAയ്ക്ക് ആകുമെന്നും കേരള വിഷന്റെ ശക്തി സംഘടനയാണ് COA എന്നും പ്രവീൺ മോഹൻ പറഞ്ഞു. എത്ര കോടിക്കണക്കിന് രൂപ വേണമെങ്കിലും നമ്മുടെ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യാൻ കഴിയുന്ന മൂലധന ശക്തികളാണ് നമ്മുടെ എതിരാളികളിൽ പലരും. എത്ര കോടി ഡോളർ വേണമെങ്കിലും, എത്ര കോടി രൂപ വേണമെങ്കിലും ഒരു നിമിഷം കൊണ്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ ശേഷിയുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ മാനേജ്മെന്റ് വൈദഗ്ധ്യമുള്ള ആളുകളെ അവരുടെ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശേഷിയുള്ള ആളുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജിയെ നിമിഷങ്ങൾ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന
പ്രാപ്തിയുള്ള ആളുകൾ, രാജ്യത്തെ ഭരിക്കുന്ന ആളുകളെയും ഉദ്യോഗസ്ഥന്മാരെയും അവർ പറയുന്ന ഇടങ്ങളിൽ പറയുന്നത് പോലെ ചലിപ്പിക്കാൻ ശേഷിയുള്ള മുതലാളികൾ, ഇവരോടാണ് നാം നേരിടുന്നത്. ഈ പറഞ്ഞതൊന്നും നമുക്കില്ലാത്തതാണ്. നിമിഷ നേരം കൊണ്ട് പറയുന്നത് പോലെ കോടിക്കണക്കിന് രൂപ കൊണ്ടുവരാൻ നമുക്ക് ശേഷിയില്ല. ലോകത്തിലെ ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം പറ്റുന്ന വലിയ മാനേജ്മെന്റ് സ്കിൽഡ് പ്രൊഫഷണൽസിനെ കൊണ്ടുവന്ന് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ നിയമിക്കാൻ നമുക്ക് കഴിയില്ല. രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾക്കകത്ത് ഇടപെടാൻ നമുക്ക് ശേഷിയില്ല. ഇതൊന്നുമില്ലാതിരുന്നിട്ടുമാണ് ഇന്ന് കേരളത്തിലെ കേബിൾ TV രംഗത്തെയും ബ്രോഡ്ബാൻഡ് രംഗത്തെയും ഒന്നാം സ്ഥാനക്കാരായിട്ടും ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ 10 കമ്പനികളിലെ പ്രഥമ 2 സ്ഥാനങ്ങളിൽ എത്തുവാനും എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞത്, അല്ലെങ്കിൽ കേരള വിഷന് കഴിഞ്ഞത്. തൃശൂർ പേൾ റീജൻസിയിൽ നടന്ന സോണൽ കൺവെൻഷനിൽ COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, തൃശൂർ കേരള വിഷൻ MD T ജയപ്രകാശ്, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, KCCL ഡയറക്ടർ VP ബിജു, കൺവീനറും COA ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ K ബിജുകുമാർ, COA ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് ലിയോ, COA ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. COA ജില്ലാ സെക്രട്ടറി P ആന്റണി, ജില്ലാ ട്രഷറർ CG ജോസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് R മോഹനകൃഷ്ണൻ എന്നിവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. TCV ന്യൂസ്, തൃശൂർ. കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ദുരിതത്തിലായി പൊയ്യ പൂപ്പത്തിയിലെ കുടുംബങ്ങൾ. പൈപ്പിൽ വെള്ളമെത്തുന്നത് ഉറക്കം നഷ്ടപ്പെടുത്തി കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. 10 മുതൽ 15 ദിവസത്തിലാണ് ജലനിധി പദ്ധതി വഴി ഇവിടെ കുടിവെള്ളം എത്തുന്നത്. വല്ലപ്പോഴും ലഭിക്കുന്ന വെള്ളം നിറച്ചു സൂക്ഷിക്കുന്നതിനായി വീടിനു ചുറ്റും ടാങ്കുകൾ നിരത്തിവച്ചിരിക്കുകയാണ്. 6 മുതൽ 10 ടാങ്കുകൾ വരെയാണ് ശരാശരി ഉള്ളത്. എന്നാലും ഒരാഴ്ചയിലേക്കുള്ള വെള്ളമാണ് ലഭിക്കുക. എല്ലാ ടാങ്കുകളും നിറയുന്നതിന് മുൻപ് കുടിവെള്ള വിതരണം നിലയ്ക്കുന്ന അവസ്ഥയാണുള്ളത്. വേനൽ കൂടുതൽ കടക്കുന്നതോടെ വെള്ളം ലഭിക്കുന്ന ഇടവേളകൾ വർദ്ധിക്കും. ഇതിനിടയിലുള്ള ദിവസങ്ങൾ കുടിക്കാനും കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും കൂടുതൽ വില കൊടുത്ത വെള്ളം വാങ്ങണം. ഇത്തരത്തിൽ ശരാശരി 500 രൂപ നൽകിയാണ് 1500 ലിറ്റർ വെള്ളം വാങ്ങുന്നത്. 500 രൂപ വെള്ളം കുടിവെള്ള പ്രശ്നം നമ്മുടെ ഈ ഏരിയയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ തീരെ വെള്ളം ഇല്ലാണ്ടാകുമ്പോൾ ഞങ്ങൾ വണ്ടി വെള്ളം മേടിക്കണേ. അത് ഞങ്ങൾക്ക് 400 രൂപ വെച്ചൊക്കെയാണ് ഞങ്ങൾ ഓരോരുത്തരും വണ്ടി വെള്ളം മേടിക്കുന്നത്. അത് ഒരു 500 ലിറ്ററിനാണ് ഈ 400 രൂപ. അപ്പം ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ ഞങ്ങൾക്കൊന്ന് മാറി കിട്ടണം. 15 ദിവസമൊക്കെ ആവാറുണ്ട് വെള്ളം വരുമ്പോൾ. വേനലാവുമ്പോഴാണ് അത്രയും ബുദ്ധിമുട്ട് വരുന്നത്. ജല അതോറിറ്റി കൈയൊഴിഞ്ഞ് ജലനിധിയിലേക്ക് മാറിയപ്പോൾ വെള്ളത്തിന് ക്ഷാമം മാത്രമല്ല അധിക വില കൂടി നൽകേണ്ടി വന്നിരിക്കുകയാണ്. 40ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ 2 പൊതുകിണർ മാത്രമാണുള്ളത്. കടുത്ത വേനലിൽ കിണറിലെ വെള്ളവും ആവശ്യത്തിന് കിട്ടാത്ത അവസ്ഥയിലാകും. ജലനിധി പദ്ധതി വന്നതോടെ പൊതുടാപ്പുകൾ ഇല്ലാതാക്കി. പൈപ്പില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട പൊതുടാപ്പുകൾ പല സ്ഥലത്തുമുണ്ട്. ജോലിക്ക് പോലും പോകാതെയാണ് പല കുടുംബങ്ങളും കുടിവെള്ളം വരുന്ന ദിവസങ്ങളിൽ കാത്തിരിക്കുന്നത്. 2 ആഴ്ചയിൽ ഒരിക്കലാണ് കടുത്ത വേനലിൽ കുടിവെള്ളം കിട്ടുന്നത്. TCV ന്യൂസ്, മാള. ഉല്ലൂർ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് വീണ്ടും അളവെടുത്തു. റവന്യൂ, KRFB ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും വ്യാപാരി പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അളവെടുപ്പ്. റോഡിൽ സെൻട്രൽ ലൈൻ വരച്ചായിരുന്നു അളവെടുക്കൽ. നേരത്തെ നടന്ന അളവെടുക്കലിൽ വ്യത്യാസമില്ലെന്ന് സ്പെഷ്യൽ തഹസീൽദാർ ബിന്ദു പറഞ്ഞു. കഴിഞ്ഞ ദിവസം മന്ത്രി K രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനപ്രകാരമാണ് സംയുക്ത പരിശോധന നടന്നത്. സംസ്ഥാനത്തെ മുൻഗണനാ പദ്ധതികളിലൊന്നായ ഉല്ലൂർ ജംഗ്ഷൻ വികസനത്തിനായി 0.9318 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടി വരിക. ഇതിനായി 55.17 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിരുന്നു. ഏങ്ങണ്ടിയൂർ പുളിക്കക്കടവിൽ കഞ്ചാവുമായി മധ്യവയസ്കൻ പിടിയിൽ. പാടൂർ കൈതമുക്ക് സ്വദേശി മമ്മശ്രീയില്ലത്ത് വീട്ടിൽ അബ്ദുൾ സലാമിനെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. പുളിക്കക്കടവ് ജംഗ്ഷനിൽ നിന്നിരുന്ന അബ്ദുൾ സലാമിന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തു. വാടാനപ്പള്ളി സ്റ്റേഷൻ ഇൻസ്പെക്ടർ BS ബിനു, സിവിൽ പോലീസ് ഓഫീസർ അലി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നാട്ടാനകളെ കൊണ്ടുവരുന്നത് തടഞ്ഞ കേരള ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. കേസിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും മറ്റു കക്ഷികൾക്കും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ജസ്റ്റിസുമാരായ BV നാഗരത്ന, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ചാവക്കാട് ചെങ്കോട്ടയിൽ തീപിടുത്തം.
ആനത്തലമുക്കിൽ നിന്നും ചെങ്കോട്ട പടിഞ്ഞാറ് ഭാഗം വരെയുള്ള കാറ്റാടിക്കൂട്ടവും പുല്ലും മരങ്ങളും കത്തിനശിച്ചു. ഗുരുവായൂർ, കുന്നംകുളം, നാട്ടിക എന്നിവിടങ്ങളിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. വിവരമറിഞ്ഞ് NK അക്ബർ MLA, നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വാർഡ് കൌൺസിലർ ഉമ്മൂർ അഹമ്മദ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ഗുരുവായൂർ മഞ്ജുളാൽ തറയിൽ പുതിയ വെങ്കല ഗരുഡ പ്രതിമ സ്ഥാപിച്ചു. രാവിലെയാണ് മഞ്ജുളാൽ തറയിൽ പ്രതിമ സ്ഥാപിച്ചത്. മാർച്ച് 1 അനാച്ഛാദനം ചെയ്യും. 4000 കിലോയോളം ഭാരമുള്ള പുതിയ പ്രതിമയ്ക്ക് 8 അടി ഉയരവും 16 അടി വീതിയുമാണുള്ളത്. ഉണ്ണി കാനായിയുടെ നേതൃത്വത്തിലാണ് പ്രതിമ നിർമ്മിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന മഞ്ജുളാൽ തറ പൊളിച്ചു കളഞ്ഞതിന് ശേഷം പുതിയ തറ നിർമ്മിച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പന് നിത്യവും മാല ചാർത്തിയിരുന്ന മഞ്ജുളയെന്ന ഭക്തയുടെ രൂപവും കുചേല പ്രതിമയും തറയിൽ സ്ഥാപിക്കും. ഗരുഡ ശില്പത്തിന്റെയും മഞ്ജുളാൽ തറയുടെയും വികസനത്തിനായി 1 കോടി രൂപയാണ് ചെലവിടുന്നത്. ചലച്ചിത്ര നിർമ്മാതാവ് വേണു കുന്നപ്പിള്ളിയാണ് ഇത് ഭഗവാന് സമർപ്പിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ വെങ്കലത്തിൽ തീർത്ത ഏറ്റവും വലിയ ഗരുഡ ശില്പമാണ് ഗുരുവായൂരിലേത്. നേരത്തെ മഞ്ജുളാൽ തറയിലുണ്ടായിരുന്ന ഗരുഡ ശില്പം ശ്രീവത്സം ഗസ്റ്റ് ഹൌസ് വളപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1968 കോയമ്പത്തൂർ സ്വദേശി ശില്പി കൃഷ്ണൻ നിർമ്മിച്ചതായിരുന്നു ആ ശില്പം. പുനർനിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന പാവർട്ടി ചാവക്കാട് റോഡ് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. പാവർട്ടി സംസ്കൃത കോളേജ് ഭാഗത്ത് റോഡിന്റെ പുനർനിർമ്മാണത്തിൽ അപാകത ആരോപിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ നൽകിയ പരാതിയെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത്. സ്ഥലത്തെത്തിയ പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർ ശാലിനിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുമായി കോൺഗ്രസ് പ്രവർത്തകരായ ആന്റോ ലിജോ, ഉണ്ണി പാവർട്ടി, ജോസഫ് തരകൻ, ബെന്നി റാഫേൽ എന്നിവർ നടത്തിയ ചർച്ചയിൽ അപാകതകൾ ബോധ്യപ്പെടുകയും പരിഹരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകുകയും ചെയ്തതായി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. റോഡിന്റെ ഇരുഭാഗവും ഉയർന്നു നിൽക്കുകയും മധ്യഭാഗം താഴ്ന്നു നിൽക്കുകയും ചെയ്യുന്നത് റോഡിൽ വെള്ളക്കെട്ടിനും റോഡ് തകർച്ചയ്ക്കും കാരണമാകുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. മാധ്യമങ്ങളുടെ ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും തയ്യാറാകണമെന്ന് ബെന്നി ബെഹനാൻ MP പറഞ്ഞു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ മാള മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 25 വർഷം പിന്നിട്ട മാധ്യമ പ്രവർത്തകരെ ആദരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിന്റെ കാതൽ സഹിഷ്ണുതയാണെന്നും മാധ്യമങ്ങളെ മാറ്റി നിർത്തിയുള്ള സംസ്കാരമില്ലെന്നും MP പറഞ്ഞു. മാധ്യമ പ്രവർത്തന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ EP രാജീവിനെ MP ആദരിച്ചു. മേഖലാ പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് അധ്യക്ഷനായിരുന്നു. KJU സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സ്മിജൻ ജില്ലാ ഭാരവാഹി സ്വീകരിച്ചു. സംസ്ഥാന ട്രഷറർ EP രാജീവ് അംഗത്വക്കാർഡ് വിതരണം നിർവഹിച്ചു. AV പ്രകാശ്, P ഗിരീശൻ, KM ബാവ എന്നിവർ സംസാരിച്ചു. സഹ്യന്റെ മക്കളുടെ സഹജീവി സ്നേഹത്തിന് ശില്പഭാഷ്യം ഒരുക്കിയിരിക്കുകയാണ് കോടാലി സ്വദേശിയായ യുവകലാകാരൻ നികേഷ്. ആനകളെ അതിരറ്റ് സ്നേഹിക്കുകയും തെർമക്കോളും ഫൈബറും മറ്റും ഉപയോഗിച്ച് ചലിക്കുന്ന ആനകളുടെ ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്ന നികേഷ് ഈയിടെ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ട ഹൃദയസ്പർശിയായ ഒരു ദൃശ്യത്തെ കളിമണ്ണുകൊണ്ട് ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടികൂടി ചികിത്സിക്കാനുള്ള വനം വകുപ്പിന്റെ ദൗത്യത്തിനിടെ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാന തുമ്പിക്കൈ കൊണ്ട് താങ്ങി നിർത്തിയ ദൃശ്യമാണ് നികേഷ് മെനഞ്ഞെടുത്തിട്ടുള്ളത്. ടെലിവിഷൻ ചാനലുകളിൽ കണ്ട ഈ സഹജീവി സ്നേഹത്തിന്റെ കാഴ്ച മനസ്സിൽ മായാതെ നിന്നതാണ് കളിമണ്ണിൽ ഈ കാട്ടുകൊമ്പന്മാരെ രൂപപ്പെടുത്താൻ ഇടയാക്കിയതെന്ന് നികേഷ് പറഞ്ഞു. ഇപ്പൊ ഈ ശില്പം ഉണ്ടാക്കാനുള്ള സാഹചര്യം വന്നത് ഇപ്പൊ ഈ അടുത്തിടെ നമ്മൾ കാണാനിടയായിട്ടുണ്ട്. ആ മുറിവേറ്റൊരു ആനനെ മയക്കുവെടി വെച്ച് ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. അതില് മുറിവേറ്റ ഈ ആനനെ അതിനൊരു കരുതൽ എന്ന നിലയിൽ ഏഴാട്ടുമുഖം ഗണപതി എന്ന് പറഞ്ഞൊരു ആന താങ്ങി നിർത്തുന്നതും അതിനൊരു സഹജീവി സ്നേഹം കാഴ്ചവെച്ചത് നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അത് വളരെ മനസ്സിൽ ഇങ്ങനെ ഒരു മുറിവുള്ള ഒരു ആനയുടെ ഒരു രൂപം മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒരു ഭാഗമാകാൻ കഴിഞ്ഞൊരു ആനയുടെ കൂടി ഒരു നല്ലൊരു മെസ്സേജ് കൂടി അതിലുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ അതൊരു ശില്പമാക്കി ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനൊരു ശില്പം ചെയ്യാനായിട്ട് തുനിഞ്ഞത്. കാട്ടുകൊമ്പന്മാരുടെ സഹജീവി സ്നേഹം പ്രകടമാക്കുന്ന ദൃശ്യം ശില്പമാക്കിയതിന് തൊട്ടു പിന്നാലെ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന ചരിഞ്ഞതായുള്ള വാർത്ത എത്തിയത് ഈ യുവ കലാകാരനെ ഏറെ സങ്കടപ്പെടുത്തുകയാണ്. ചെറുപ്പം മുതലേ ആനകളെ ഇഷ്ടപ്പെടുന്ന നികേഷ് ആനകളുടെ ചിത്രം വരയ്ക്കുന്നതിലും ശില്പങ്ങൾ മെനയുന്നതിലും വിദഗ്ധനാണ്. കുട്ടിക്കാലത്ത് ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ ആനകളെ സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നതിൽ നിന്നാണ് ഗജശില്പങ്ങൾ നിർമ്മിക്കാനുള്ള മോഹം ഉണ്ടായത്. യഥാർത്ഥ ആനകളുടെ വലിപ്പവും രൂപവുമുള്ള 5ഓളം കരിവീരന്മാരെ നികേഷ് ഇതിനകം നിർമ്മിച്ചിട്ടുണ്ട്. നികേഷ് രൂപം നൽകിയ ചേക്കിലെ മാധവൻ എന്ന ഗജശില്പം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. യന്ത്രസഹായത്തോടെ തുമ്പിക്കൈ ഉയർത്തുകയും ചെവികൾ ആട്ടുകയും മസ്തകം കുലുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു ഇത്. ചലിക്കുന്ന ഒട്ടകത്തെയും
ഈ യുവശില്പി നിർമ്മിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, കൊടകര. മതിലകം സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. കളരിപ്പറമ്പ് സ്വദേശി കറുത്തവീട്ടിൽ രാംവിലാസിനെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. മതിലകം പോലീസ് സ്റ്റേഷനിൽ വധശ്രമ കേസിൽ ഉൾപ്പെടെ 9 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, ASI മാരായ വിൻസി, തോമസ്, സജീഷ് എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ മമിയൂർ ക്ഷേത്രത്തിൽ മത്തവിലാസം കൂത്തോടെ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. കലാമണ്ഡലം രാമചാക്യാരുടെ നേതൃത്വത്തിലാണ് കൂത്ത് നടക്കുന്നത്. സൂത്രധാരന്റെ വേഷത്തിൽ കലാമണ്ഡലം സംഗീതും മിഴാവിൽ രാമചന്ദ്രനും പാട്ടിൽ ദേവി ഇരിങ്ങാലക്കുടയും ഇടക്കയിൽ വിഷ്ണുപ്രസാദ് മാരാരുമായിരുന്നു അരങ്ങിലുണ്ടായിരുന്നത്. തിങ്കളാഴ്ച മുതൽ ശിവരാത്രി വരെ ക്ഷേത്രത്തിന് പുറത്ത് നടരാജമണ്ഡപത്തിൽ ഭക്തിപ്രഭാഷണം, അഷ്ടപതി കച്ചേരി, ബൊമ്മലാട്ടം, കഥകളി, കൃഷ്ണനാട്ടം തുടങ്ങി വിവിധ കലാപരിപാടികളും നാഗക്കാവിൽ നാഗപ്പാട്ട്, നാവേറുപാട്ട് എന്നിവയും നടക്കും. ശിവരാത്രി ദിവസം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ലക്ഷാർച്ചന, ഭസ്മാഭിഷേകം എന്നിവയും ഉണ്ടാകും. ക്ഷേത്രത്തിലെ കാവടി ഉത്സവത്തിന് ബാൻഡ് കൂട്ടി പള്ളി വികാരി. കാരമുക്ക് സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ പ്രതീഷ് കല്ലറയ്ക്കലാണ് കാരമുക്ക് ചിദംബര ക്ഷേത്രോത്സവത്തിന് കണ്ടശങ്കടവ് കരക്കാരുടെ കാവടി എഴുന്നള്ളിപ്പിൽ ബാൻഡ് കൂട്ടിയത്. പള്ളിയുടെ മുൻപിൽ എഴുന്നള്ളിപ്പെത്തിയപ്പോൾ മുണ്ടത്തിക്കോട് രാഗം ദീപം ബാൻഡ് സെറ്റിലെ കലാകാരൻ നൽകിയ ഡ്രംസ് തോളിലിട്ട് കൊട്ടുകയായിരുന്നു. കൊടുങ്ങല്ലൂരിൽ ലഹരിമൂത്ത് നടുറോഡിൽ യുവാവിന്റെ ബൈക്ക് അഭ്യാസം. പോലീസ് പിടികൂടിയപ്പോൾ സ്റ്റേഷനിലെ ചില്ലുഭിത്തിയും വാതിലും അടിച്ചു തകർത്ത് പരാക്രമം കാട്ടി. പടാക്കുളം പെട്രോൾ പമ്പിന് സമീപം അപകടകരമായ വിധത്തിൽ മോട്ടോർ സൈക്കിൾ ഓടിച്ച യുവാക്കളെ പോലീസ് പെട്രോൾ സംഘം തടയുകയായിരുന്നു. ബൈക്കിലുണ്ടായിരുന്ന 2 പേരിൽ ഒരാൾ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. പോലീസ് കസ്റ്റഡിയിലെടുത്ത ലോകമലേശ്വരം ഓളിപ്പറമ്പിൽ ഷെബിൻ ഷാ ആണ് സ്റ്റേഷനിൽ അതിക്രമം നടത്തിയത്. മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് 2 കേസുകൾ ഉൾപ്പെടെ കൊടുങ്ങല്ലൂർ സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ 4 കേസുകൾ നിലവിലുണ്ട്. സബ് ഇൻസ്പെക്ടർമാരായ കെ സാലിം, കശ്യപൻ, ജോഷി, CPO അഖിൽ, ഹോംഗാർഡ് ജോൺസൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പാവറട്ടി പുതുമനശ്ശേരി സെന്റ് മേരീസ് LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയയും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തിങ്കളാഴ്ച കാലത്ത് 9 മണി മുതൽ വിദ്യാലയ അങ്കണത്തിൽ വെച്ചാണ് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തുന്നത്. നേത്രപരിശോധനാ ക്യാമ്പ് പാവറട്ടി തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ OJ ഷാജൻ, NJ ലിയോ, PJ ലീജ, OJ ജസ്റ്റിൻ, മജീദ് പടുവുങ്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട KSRTC സ്റ്റേഷനോടുള്ള മാനേജ്മെന്റിന്റെയും സർക്കാരിന്റെയും അവഗണനയ്ക്കെതിരെ കേരള കോൺഗ്രസ് ധർണ നടത്തി. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PT ജോർജ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സേതുമാധവൻ, സിജോയ് തോമസ്, AD ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോട്ടയം സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ട് 2024 BBA LLB 1ാം റാങ്ക് എറവ് 6ാം കൊല്ല സ്വദേശിനി ശ്രദ്ധ സുരേന്ദ്രൻ കരസ്ഥമാക്കി. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSPയും എഴുത്തുകാരനുമായ സുരേന്ദ്രൻ മങ്ങാട്ടിന്റെയും സ്മിതയുടെയും മകളാണ് ശ്രദ്ധ. കാക്കക്കൂട്ടം ആക്രമിച്ച വെള്ളിമൂങ്ങിയെ രക്ഷപ്പെടുത്തി ഗുരുവായൂർ KSRTC ഡിപ്പോയിലെ ജീവനക്കാർ. സംരക്ഷിത ഇനത്തിൽപ്പെട്ട പക്ഷിയായതിനാൽ വനം വകുപ്പിനെ അറിയിക്കുകയായിരുന്നു. വെള്ളിമൂങ്ങിയെ കാണുവാനും സെൽഫി എടുക്കുവാനും യാത്രക്കാരും തടിച്ചുകൂടി. സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ, ഹരി തൊഴിയൂർ എന്നിവർ വെള്ളിമൂങ്ങിയെ വനം വകുപ്പിന് കൈമാറി.
കടങ്ങോട് വെള്ളറക്കാട് സെന്ററിൽ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന മരക്കഷ്ണങ്ങൾ യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയോരത്ത് വെള്ളറക്കാട് പള്ളിക്ക് മുൻപിലാണ് മരക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. കൊക്കുകൾ കൂടുകൂട്ടിയതിനെ തുടർന്ന് വഴിയരികിൽ നിന്നിരുന്ന ആൽമരം നാട്ടുകാരുടെ നിരന്തരമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാസങ്ങൾക്ക് മുൻപാണ് മുറിച്ചത്. എന്നാൽ റോഡരികിൽ കൂട്ടിയിട്ട തടിക്കഷ്ണങ്ങൾ മാറ്റാൻ ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല. പള്ളിയിലേക്ക് വരുന്നവർ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർക്ക് റോഡിലേക്ക് കയറി നടക്കേണ്ട സാഹചര്യമാണ്. കണ്ടില്ലേ, ഇത്രയും കൂമ്പാറായിട്ട് കിടക്കുന്നത് ഒരു മാസത്തോളമായി കിടക്കാൻ തുടങ്ങിയിട്ട്. ഇത് PWD റോഡാണ്. PWD അനുമതി മേടിച്ചിട്ടാണ് പഞ്ചായത്താണ് ഇത് മുറിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് മുറിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് അത് നീക്കം ചെയ്യേണ്ട ചുമതലയുണ്ട്. അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് സംസാരിച്ചപ്പോൾ പറയണത് ഇത് മുറിച്ചു ഇട്ടിട്ടുള്ളത് അവരെ കൊണ്ട് മാറ്റിക്കാൻ PWD പറഞ്ഞിട്ട് ചെയ്യിക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു മാസമായി ഇത്. ഇതാണ് പഞ്ചായത്തിന് അനാസാറിന് ഇവിടെ ഉത്തരവാദിത്ത കുറവാണ് കാണിക്കുന്നത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. ഇവിടെ ആൾക്കാർക്ക് കുരിശുപള്ളിക്ക് പോകാനും നടന്നു പോകുന്ന വഴിയാണ്. ഈ വഴി കൂടെ ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്തുകൂടെ റോട്ടുകൂടെ പോകേണ്ട അവസ്ഥയാണ് ജനങ്ങൾക്കുള്ളത്. പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ഇത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് INTC ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇത് നീക്കം ചെയ്യുമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അത് എത്രയും വേഗം ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തടികഷ്ണങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ കടങ്ങോട് യൂണിറ്റ് പ്രസിഡന്റ് PB ഷമീർ, സെക്രട്ടറി CK ജാക്സൺ എന്നിവർ പഞ്ചായത്ത് സെക്രട്ടറിക്കും ട്രീ കമ്മിറ്റിക്കും അപേക്ഷ നൽകിയിട്ടുണ്ട്. കാട്ടൂർ മുനിയത്ത് താൽക്കാലിക ബണ്ടിന് പകരം റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സമരത്തിന്റെ ഭാഗമായി ഞായറാഴ്ച കാട്ടൂർ സെന്ററിൽ കേരള കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തും. വൈകിട്ട് 4-ന് നടക്കുന്ന ധർണ കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ K സതീഷ്, അഷ്റഫ് പാലിയത്താഴത്ത്, എഡ്വേർഡ് ആന്റണി, അശോകൻ പിഷാരടി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കരുവാപ്പടി ഭാരതീയ പട്ടികജാതി കലാക്ഷേത്രം സർവീസ് സഹകരണ സംഘം വാർഷിക പൊതുയോഗവും പൊതുസമ്മേളനവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9 മണിക്ക് മണ്ണമ്പേട്ട സഹകരണ ബാങ്ക് ഹാളിൽ നടക്കുന്ന സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അംഗത്വ വിതരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും. സംഘം പ്രസിഡന്റ് NV അയ്യപ്പൻ, ബോർഡ് മെമ്പർ MC ഗോപി, ജനകീയ സമിതി അംഗം ഉഷ ഉണ്ണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ KSRTC ഡിപ്പോയിലെ ലയൺസ് ക്ലബ്ബ് ഓഫ് ഗുരുവായൂർ ടെമ്പിൾ സിറ്റി വാട്ടർ കൂളർ, എയർപോർട്ട് ചെയറുകൾ, പ്ലാസ്റ്റിക് ബക്കറ്റുകൾ, കപ്പുകൾ എന്നിവ നൽകി. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോസ് സുവർണയിൽ നിന്ന് KSRTC സൂപ്രണ്ട് സന്ധ്യ G നായർ, ജൂനിയർ സൂപ്രണ്ട് S രജനി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ബോസ് വാഴപ്പള്ളി, CC റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിൽ സദ്വാർത്ത കൺവെൻഷൻ ആരംഭിച്ചു. ഫാദർ ബോസ്കോ ഞാലിയത്താണ് കൺവെൻഷൻ നയിക്കുന്നത്. വൈകിട്ട് 5:30 മുതൽ 9 മണി വരെയാണ് കൺവെൻഷൻ. വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ, കൺവെൻഷൻ കൺവീനർ ഷിബു ജോസഫ് ജോർജ്, ജോയിന്റ് കൺവീനർ PL വർഗീസ്, കൈക്കാരന്മാരായ CN ഫ്രാൻസിസ്, ജോസഫ് മണ്ടുപ്പാൽ, വർഗീസ് നീലങ്കാവിൽ എന്നിവർ നേതൃത്വം നൽകുന്നു. കൺവെൻഷൻ ഞായറാഴ്ച സമാപിക്കും. അരിമ്പൂർ ആറുമുറി പാടശേഖരത്തിലെ നെൽകൃഷി വിളവെടുപ്പ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പാടശേഖര സമിതി പ്രസിഡന്റ് CK ശിവരാമൻ അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, കൃഷി ഓഫീസർ സ്വാതി സാബു, പാടശേഖര സമിതി സെക്രട്ടറി CD ജോസഫ്, CP കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. മാതൃഭാഷാ ദിനത്തോടനുബന്ധിച്ച് കണ്ടാണശ്ശേരി XLPR LP സ്കൂളിൽ സെമിനാർ സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക PK ലില്ലി മാതൃഭാഷാ ദിനം ഉദ്ഘാടനം ചെയ്തു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃത അധ്യാപകൻ PJ സ്റ്റൈജു നേതൃത്വം നൽകി. അധ്യാപകരായ ലീന, ഏഞ്ചൽ, ധന്യ, സജന എന്നിവർ മാതൃഭാഷാ സന്ദേശം നൽകി. കുറ്റൂർ ചന്ദ്ര മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും തൃശൂർ തോപ്പ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അഭിവാദ്യം സ്വീകരിച്ച് സംസാരിച്ചു. CPO രാഖി കേഡറ്റുകൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി ഷാജി, വാർഡ് മെമ്പർ ലോനപ്പൻ,
ASP KA ശശിധരൻ, വിയൂർ പോലീസ് സ്റ്റേഷൻ SHO KP മിഥുൻ എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8025 രൂപ, പവന് 64,200 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3405 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിലെ ചികിത്സയ്ക്കിടെ ചെരിഞ്ഞു. മുറിവേറ്റ കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി തള്ളിയിട്ടുവെന്ന ഡോക്ടർ അരുൺ സത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. അനധികൃതമായി ഇന്ത്യയിലെത്തിയ 3 ബംഗ്ലാദേശികൾ അന്തിക്കാട് പോലീസിന്റെ പിടിയിൽ. രക്ഷപ്പെട്ട 2 പേർക്കായി തിരച്ചിൽ തുടരുന്നു. ബംഗാളികൾ എന്ന പേരിൽ സംസ്ഥാനത്ത് ഒട്ടേറെ ബംഗ്ലാദേശികൾ. ഗുരുവായൂർ ചുവല്ലൂർപ്പടിയിൽ മരത്തിന്റെ കൊമ്പ് വീണ് 19 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. വൈദ്യുതി ലൈനുകൾക്കടിയിൽപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഞായറാഴ്ച രാത്രി വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് KSEB. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് 20 ലക്ഷം രൂപ തട്ടിയ കേസിൽ ഒരാളെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. പാവറട്ടി സ്വദേശി രവിയാണ് അറസ്റ്റിലായത്. ഗുരുവായൂർ ഇരിങ്ങപ്പുറം സ്വദേശിനിയുടെ പരാതിയിലാണ് അറസ്റ്റ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തക കമ്പനികളോട് മത്സരിച്ചാണ് COA മുന്നോട്ട് പോകുന്നതെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ദുരിതത്തിലായി പൊയ്യാപ്പൂപ്പത്തിയിലെ കുടുംബങ്ങൾ. പൈപ്പിൽ വെള്ളമെത്തുന്നത് കാത്തിരിക്കേണ്ട അവസ്ഥയിൽ പ്രദേശവാസികൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.